ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കഠിനമായി തോന്നുന്നുണ്ടോ? എന്ത് ചെയ്താലും എന്ത് ശ്രമിച്ചാലും ഒരുവിധം തടസ്സങ്ങൾ മാത്രം. ഒന്നും ശരിയായി പോകുന്നില്ല എന്ന ഭാരം നിങ്ങളെ അലട്ടുന്നുവോ? കൂടാതെ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെയും കൂടെയുള്ളവർ നിങ്ങളെ തിരസ്കരിക്കുന്നത് പോലെയും തോന്നിയേക്കാം. നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നുവോ? എങ്കിൽ കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ഇതുവരെ ദൈവത്തോട് അടുത്തിട്ടില്ലാത്തവരായാലും ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ: ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു കൊല്ലൻ സ്വർണമാലയിലിട്ട് ഊതിക്കഴിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം നമ്മെ ശോധനകളിലൂടെ കടത്തി ശുദ്ധീകരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലതാനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48:10. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തിരസ്കരണങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനല്ല, മറിച്ച് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നിങ്ങൾ തിരിച്ചറിയുവാനത്രേ. ദൈവം കണ്ടിരിക്കുന്ന മഹനീയ പദ്ധതിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാനത്രേ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ തിരിച്ചറിവോടെ മടുത്തു പോകാതെ അവനെ പിൻപറ്റുവിൻ. നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ മുമ്പിൽ പകരുവിൻ. അവൻ നിങ്ങളെ എല്ലാ കഷ്ടപ്രതികൂലങ്ങളിൽ നിന്നും നീക്കി ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുമാറാക്കും.